കൊച്ചു രാവിലെ അമ്പലത്തിൽ പോയതാണല്ല. സമയം ഇത്രയല്ല, എന്താണോ വരാത്തെ? ആ അലീസേ, എടി ദിവ്യേ, നീ ഇതെന്താ അമ്പലത്തിൽ പോയിട്ടെന്നാ? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി. അല്ല, നീ എന്താണ് ഇപ്പൊ പള്ളി പോണത്? എടി 6 മണിക്കത്തെ കുർബാനക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പൊ 7 മണിയുടെ പോവാന്ന് വിചാരിച്ച് വേഗം പോവാ. കൊള്ളാം, ഞാൻ അതാണ് നോക്കാതിരുന്നത് രാവിലെ അമ്പലത്തിൽ പോയപ്പോ. ഓ, ഈ പെൺകൊച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കണേന്നാ. വരട്ടെ അവള്. അല്ല, നീ കോളേജിൽ പഠിച്ച ആരെങ്കിലൊക്കെ കാണാറുണ്ടോ? ഇല്ല, സോഫീനെ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. നീ സൗമ്യനെ വല്ലതും? സൗമ്യനെ ഞാൻ ഒരാളെ റോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ലെന്നേ. പക്ഷെ നിന്നെ ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. ഞാനും അതെ. നീ എന്ത് ഈ വഴി കയറിയത്? ഞാൻ ദേ അമ്പലത്തിൽ പോട്ട് ഈ വഴി ആകുമ്പോൾ എളുപ്പത്താല. ഞാൻ അതാണ് ഇങ്ങോട്ടിലേ പോകുന്നത്. സുഖമാണാടി? പിന്നെ സുഖം. എന്നാ ഞാൻ പോട്ടെ. ശരി, ഞാനും പള്ളിയിൽ പോട്ടെ, അല്ലെങ്കിൽ ഇനി വൈകും. ഓ, ഈ പെൺകൊച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കണേന്നാ. വരട്ടെ അവള്. അമ്മ നോക്കിക്കേറുന്നാ. നീ എന്താ അമ്പലത്തിൽ പോയിട്ട് വരാൻ വൈകിയത്? അമ്മ ഞാൻ വന്ന വഴിക്ക് ആലീസിനെ കണ്ട്. അങ്ങനെ കുറച്ചേരം അവളോട് വർത്താനം പറഞ്ഞ അവിടെ നിന്ന്. ഞാൻ കണ്ട്. അതെ, ഈ അന്യജാതിപ്പെട്ട ഈ പെമ്പിളരോട് നീ എന്തിനാണ് സംസാരിക്കണത്? അതെനിക്ക് ഇഷ്ടമൊന്നല്ല കേട്ടാ. അതിനിപ്പോ എന്താണെന്ന് ഞാൻ അവരോട് സംസാരിച്ചെന്ന് പറഞ്ഞോണ്ടു. ഞാനിപ്പോ പഠിക്കാൻ പോണ സമയത്ത് എന്റെ കോളേജിലേക്ക് ഉണ്ടായിരുന്നു സൗമ്യ ഉണ്ടായിരുന്നു, സോഫി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും പല ജാതിക്കാരായിരുന്നു. ഞങ്ങൾ എല്ലാരും പക്ഷെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. നല്ല സ്നേഹത്തിലായിരുന്നു. ഇപ്പൊ എന്താണ് അവരോടൊക്കെ മിണ്ടിന്ന് പറഞ്ഞോണ്ടു? അതൊക്കെ പണ്ട്. ഈ കുടുംബത്തിലെ അത് പറ്റില്ല. ഞങ്ങളുടെ തറവാടിനെ ഒരു അന്തസ്സുണ്ട്. ഞങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാർ മാത്രമേ ഞങ്ങൾ സഹകരിക്കാറുള്ളൂ. ഈ കണ്ട ജാതിക്കാരൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റാറില്ല. അത് കാരണന്മാരായിട്ടേ അങ്ങനെ തന്നെയായിരുന്നു. ആ പാരമ്പര്യമാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. മോളിപ്പോ ഈ വീട്ടിലുള്ളതല്ലേ, മോളും അതന്നെ തുടരണം. പറയണൊക്കെ മനസ്സിലാവണ്ട. ഈ അന്യജാതിക്കാരായിട്ട് നീ കൂട്ടുകൂടാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മ ഏത് കാലത്താണ് ജീവിക്കണത്? ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ ജാതിയും അതൊന്നും ഇപ്പൊ ആരും നോക്കാറില്ല. അവളെന്റെ നല്ലൊരു കൂട്ടുകാരത്തിയാണ്. എനിക്കിവിടെ കൂട്ടുകൂടാനായിട്ട് അവളേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാണ് അവളോട് മിണ്ടാതിരിക്കണത്? ഇതേ മോളെ, കാലം എത്ര പോയാലേ ഈ ചിന്ത മാറാൻ പോണില്ല. അവളൊരു കൂട്ട് അന്യജാതിക്കാരല്ലേ. നിനക്ക് കൂട്ടുകൂടണമെങ്കിൽ ആ അമ്പലത്തിന്റെ അടുത്ത് ആ ലക്ഷ്മിയുടെ മോളില്ലേ, സരസ്വതിയുടെ മോളില്ലേ, ഞാൻ അവരെ വിളിച്ചു പറയാ എന്റെ മോളായിട്ട് കൂട്ടുകൂടാൻ. അത്രക്ക് ഇതാണെങ്കിൽ ഈ അന്യജാതിക്കാരായിട്ടെ കൂട്ടുകൂടാൻ പറ്റില്ല ദിവ്യേ. ഇവിടെ ഞാൻ സമ്മതിക്കില്ല. എന്താണമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ദേ മതി, നിന്നോട് ഞാൻ പറഞ്ഞല്ല കൂടുതലൊന്നും സംസാരിക്കണ്ട. അവനെ എഴുന്നേറ്റിട്ടുണ്ട്, പോയി ചായ കുടിക്ക്. ഈ കാലുവേന അങ്ങോട്ട് മാറണില്ലല്ല. മരുന്നാണെങ്കിൽ തീർന്ന്. ദിവ്യനോട് പറയാ പോയി മേടിച്ചോണ്ട് വരാനായിട്ട്. ദിവ്യേ, മോളെ ദിവ്യേ, അങ്ങോട്ട് വന്നേ മോനെ. എന്താണ് വിളിച്ചത്? അതെ, അമ്മയുടെ കാലുവേദന അങ്ങോട്ട് മാറണില്ല. മോൻ പോയി മരുന്നൊന്നും മേടിച്ചോണ്ട് വരുമോ? ഇത് തീർന്നു പോയി. അപ്പൊ നമുക്ക് നേരത്തെ പറയാറുന്നില്ലേ, നമുക്ക് എപ്പോഴും കാലുവേദന വന്നേല്ലേ, തീരുമ്പോ തന്നെ മേടിച്ചു നോക്കണം. ഞാൻ എന്തായാലേ വേഗം തോമസിന്റെ കടയിൽ പോയി മേടിച്ചോണ്ടും വരാം. തോമസിന്റെ കടയിലാ? അതൊന്നും പറ്റുമൊന്നുമില്ല തോമസിന്റെ കടയില്. അതെന്താണ്? നമുക്ക് വേദന എടുക്കണല്ലേ, വേഗം പോയി വരാലോ. നമ്മുടെ ആ കൃഷ്ണൻകുട്ടിയുടെ കടയില്ലേ, അവിടുന്ന് തന്നെ മേടിച്ചാ മതി. അതാ നല്ലത്. അത് പറൂരല്ലേ, ഞാനിനി ബസ്സിനൊക്കെ പോയി അതൊക്കെ പോയി മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്കും അമ്മ അത്ര നേരം വേദന സഹിക്കണ്ടേ. ഇതാകുമ്പോ എളുപ്പം മേടിച്ചോണ്ട് വരാലോ. എളുപ്പം നമ്മുടെ ജാതിക്കാരനല്ലാത്ത കടയിൽ നിന്ന് മേടിക്കണ്ട. എനിക്കിഷ്ടമല്ല മേടിക്കാൻ നിർക്കണം. ആ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് മേടിച്ചാ മതി, അത് മതി. ഇത്ര നേരം വേദന സഹിച്ചില്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണമ്മേ, ആ തോമസ് ഏട്ടനാണെങ്കിൽ ക്യാൻസർ ഒക്കെ വന്ന് നിക്കണാണ്. നമ്മളെപ്പോലെ നാട്ടുകാരൊക്കെ ആ ചേട്ടന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാല് ആ ചേട്ടന് ചികിത്സക്കുള്ള പൈസയൊക്കെ ആവൂലേ? അതെ, എന്റെ പൈസ കൊണ്ട് അവനെ ആ സുഖം മാറണ്ട. ഞാൻ പറയണ കേട്ടാ മതി. നീ ആ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് മേടിച്ചാ മതി. പിന്നെ ബില്ലും കൊണ്ടുവനും. നീ ആ തോമസിന്റെ കടയിൽ പോയി മേടിച്ചിട്ട് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് പറഞ്ഞ് നുണ പറയാനല്ലേ? അത് പറ്റില്ല. ബില്ലും കൊണ്ട് നീ വന്നാ മതി. ചെല്ലി പോവാൻ നോക്ക് തോമസിന്റെ കടയിൽ മേടിച്ചോണ്ട് വരാം. എത്ര പറഞ്ഞാലും ഈ പെണ്ണിന് കേൾക്കൂല. നമ്മുടെ അതില്ലാത്ത ആൾക്കാരുടെ കടയിൽ പോയി മേടിക്കണം എന്തിനാ? ഇവരില്ലാത്ത സാധനം കണ്ടാ കാലും വേനെടുക്കും. അച്ചാറട്ടാ. അല്ല, ഇതിന് എത്ര രൂപയാണ്? ഇത് 70 രൂപ.
ഞാനേ പൈസ എടുത്തിട്ടില്ല, ഞാൻ പിന്നെ കൊണ്ടുവന്നരാട്ടാ. അത് കുഴപ്പമില്ല, തന്നാ മതി. ഉണ്ടെന്ന് അറിഞ്ഞൂടല്ല. ഇഞ്ചി അച്ചാർ മാത്രം മതി, വേറെ വേണോ? ഇഞ്ചി മാത്രം മതി. ഓക്കെ, നാരങ്ങയൊക്കെ ഉണ്ട്. അല്ല, എങ്ങനെ പോണ് ഇപ്പൊ ബിസിനസ് ഒക്കെ? ബിസിനസ് എന്താണ് നല്ല രീതിയിൽ പോണ്. ഇൻഷാ അല്ലാഹ് ഉമ്മിച്ചിയുടെ കൈപുണ്യം കൊണ്ട് നല്ല രീതിയിൽ പോണ്. നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവരും ഞങ്ങളുടെ തന്നെ മേടിക്കണത്, അതുകൊണ്ട് നല്ല കച്ചവടം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്റെ അടുത്തത് എല്ലാരും പറഞ്ഞ് നല്ല കൈപുണ്യമാണ്, അതും നല്ല മണവും വരാറുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോ. അത് ഉമ്മിച്ചിയുടെ കുറച്ച് കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കണേ, അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയണോട്ടാ. അതെന്തായാലും പറയാം. അതിന് കൂട്ടുകാരികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ പറയാം. ഇത് മാത്രം മതിയാ, വേറെ മാങ്ങയൊക്കെ ഉണ്ട്? വേണ്ട, ഇഞ്ചി അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായാലും കഴിച്ചിട്ട് എന്തായാലും പറയണം ഏടാ. ശരി, ഞാൻ പറയാം. പൈസ മതി മതി മതി, കുഴപ്പമില്ല. നല്ല മണമുണ്ട്. ഓ, ഇന്ന് ഇത് കൂട്ടി ചോറിനണം. ദിവ്യേ, ദിവ്യേ, ഈ പെണ്ണെവിടെ പോയി? കണ്ണ് തെറ്റിയാ പെണ്ണിനെ കാണൂലല്ല. ദിവ്യേ, ദിവ്യേ. ദേമ ഇവിടെ ഉണ്ട്. നീ ഇതെവിടെ പോയി കിടക്കണേണ്? ഞാൻ അച്ചാർ മേടിക്കാൻ വേണ്ടി പോയതാണ്. അച്ചാറാ? ഇതെവിടുന്നാണ്? നൗഷാദൊക്കെ ഇട്ടിന്ന്. ഓ, മുസ്ലിങ്ങളുടെ ഇന്നൊക്കെ മേടിച്ചോണ്ട് വന്നേക്കണ്. നിനക്കേ അച്ചാർ തിന്നണെങ്കിൽ ആ ലക്ഷ്മിയുടെ അവിടെ നിന്ന് മേടിച്ചാ പോരെ? എന്റെ അമ്മ, അവിടുത്തെ ഉമ്മ നല്ലോണം അച്ചാറൊക്കെ ഉണ്ടാക്കും. എല്ലാരും പറയുന്നുണ്ട് അവിടുത്തെ അച്ചാർ നല്ലതാണെന്ന്. അത് നമ്മ ഇവിടെ നിൽക്കുമ്പോ തന്നെ എന്ത് മണ്ണോണ് വന്നത്. ആ അച്ചാർ ഉണ്ടാക്കണേന്റെ ആ ഒരു കൊതി കൊണ്ട് ഞാൻ പോയി മേടിച്ചതാണ്. ഇതേ ഇപ്പൊ അടിക്ക് യാഗത്തോട്ട് ഞാൻ കേട്ടില്ല. ഈ സാധനം കൊണ്ടു കൊടുക്ക്, പോയി ചെല്ലി കൊണ്ടു കൊടുക്ക്. നീ ഞാനിത് എങ്ങനെ കൊണ്ട് കൊടുക്കാനാണ്? ഇപ്പൊ ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതല്ലേ. അഞ്ചു കണ്ട കൊണ്ടേ കളഞ്ഞോ? ആ കുപ്പിപ്പാടം അങ്ങോട്ട് കൊണ്ടേ കളാ. ഇങ്ങളൊന്നും ഞാൻ സമ്മതിക്കൊന്നുമില്ല. അച്ചാർ മേടിച്ചോണ്ട് വന്നേക്കണ് മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന്. നിനക്ക് അച്ചാർ തിന്നണമെങ്കിൽ ലക്ഷ്മിയുടെ അവിടെ നിന്ന് മേടിച്ചാൽ മതി. അവിടെ എന്തോരം അച്ചാറുണ്ട്. എന്റെ അമ്മ, ആ ലക്ഷ്മിയുടെ കടയിലിരിക്കണ അച്ചാറൊക്കെ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് എന്താണ് ഇത്ര ഉറപ്പ്? അതെ, ലക്ഷ്മിയുടെ അച്ചാറല്ലേ, അത് ലക്ഷ്മിയുടെ അച്ചാർ തന്നെയാണ്. അത് കുഴപ്പമൊന്നുമില്ല. അച്ചാറൊക്കെ ആരാണ് ഉണ്ടാക്കണെന്ന് പോലും അറിയാൻ പറ്റൂല. ലക്ഷ്മിയുടെ ആണെങ്കിൽ ലക്ഷ്മിയുടെ അച്ചാർ തന്നെയാണ്. അല്ലാണ്ട് നീ ആരെയൊന്നും പറയൊന്നും വേണ്ട. ഒന്നും പറയാൻ നിൽക്കണ്ട. കൊണ്ടേ കളഞ്ഞേ. ഈ കുപ്പിയൊന്നും അകത്തോട്ട് ഏറ്റരുതട്ടാ. അങ്ങനെ പോയിട്ട് കളഞ്ഞാ മതി. അച്ചാർ മേടിച്ചുകൊണ്ട് വന്നേക്കണം. എവിടെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകണ്ടേ? ഈ അമ്മ എന്താണ് ഇങ്ങനെ? ഇവന് തിരിച്ചോട്ട് കൊടുക്കാൻ പറ്റോ? കളയാൻ പറ്റോ? എന്തോരം കഷ്ടപ്പെട്ട ആ ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ആദീസിന് വിട്ട കൊടുക്കാം. ആദീസിന് ഇഞ്ചി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആദീസിനോട് വേണ്ടണത് അമ്മ കാണാതിരുന്നാ മതിയായിരുന്നു. ഭയങ്കര നെഞ്ചുവേദന ഈശ്വര. ഗ്യാസ് കയറിയതാണെന്നോ? മോളെ ദിവ്യേ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, എന്തു പറ്റി അമ്മേ? മോളെ, നമുക്ക് ഭയങ്കര നെഞ്ചുവേദന. നെഞ്ചുവേദന? അയ്യോ, ഹോസ്പിറ്റലിൽ പോയാലോ? ഹോസ്പിറ്റലിൽ പോണം മോനെ. ലക്ഷ്മിനെ ഒന്ന് വിളിച്ചേ, അവള് വിളിച്ച വരൂ. അയ്യോ അമ്മേ, വിളിക്കേ. ഹലോ. ഹലോ, ലക്ഷ്മി ചേച്ചി, നെഞ്ചുവേദന എടുക്കണം, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേച്ചി അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചു വരുവോ? അയ്യോ മോളെ, ഇവിടെ കടയിൽ തിരക്കാണല്ല. മോളെ, ഒരു കാര്യം ചെയ്യാം, സരസ്വതി ഒന്ന് വിളിക്കട്ടാ. ശരി ശരിയെങ്കിൽ. ശരി ചേച്ചി. എന്തു പറഞ്ഞു? അത് ആ ചേച്ചിക്ക് കടയിൽ തിരക്കാണെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ് ഈശ്വര? ഞാൻ സരസ്വതിനെ വിളിച്ചേനെ. സഹിക്കാൻ പറ്റണില്ല. ഹലോ, സരസ്വതി ചേച്ചി, ഞാനാണ്. അതെ, അമ്മക്ക് തീരെ വയ്യാന്ന്. നമുക്ക് നെഞ്ചുവേദന എടുക്കണം. ഞാൻ ഒറ്റക്കാണ് ചേച്ചി വീട്ടിലുള്ളത്. ഒന്ന് വരാവോ അമ്മനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്? അയ്യോ മോളെ, ഞാനേ അമ്പലത്തിൽ പോണല്ലോ, എനിക്ക് വരാൻ പറ്റൂല മോളെ. ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിട്ട് ചേച്ചി വേണം പോയിക്കോ. ഞാൻ ഇപ്പൊ ഇറങ്ങിയുള്ളൂ, വരാൻ പറ്റൂല മോളെ. ശരിയേട്ടാ. അയ്യോ, എന്തു പറഞ്ഞു? അമ്മ ചേച്ചി അമ്പലത്തിൽ പോ നിക്കണെന്ന്. എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്താണ് ചെയ്യാ? മോളെ, നമ്മടെ നൗഷാദില്ലേ, അവനൊന്ന് വിളിച്ചേ. അവന്റെ വണ്ടി ഉണ്ടല്ലോ. നൗഷാദൊക്കെ കാറുണ്ട്. പക്ഷെ അമ്മ കാറിൽ കേറൂ? അതൊന്നും കുഴപ്പമില്ല മോളെ. മോളെ വിളിക്കും, സഹിക്കാൻ പറ്റണില്ല. അല്ല, അമ്മ കാറിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം പോകൂലേ? മോളെ, ഞാനിപ്പോ ചത്തുവോ മോളെ? ഇനി പാരമ്പര്യം ഒന്നും നോക്കണ്ട. അയ്യോ, അവനെ വിളിക്കും മോനെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ?
ദൈവമേ. അയ്യോ. ഓ, ദൈവമേ. ആ നൗഷാദ് അവിടെ ഉണ്ടായിരുന്നാ മതിയെന്ന് ഈശ്വരാ. ഇത്രേ ഉള്ളൂ നമ്മൾ മനുഷ്യന്റെ കാര്യം. ഒരസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാപത്ത് വന്നാൽ തീരും നമ്മുടെ എല്ലാം ഈ അയിത്തം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്കിടയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നറിയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ടാ തോന്നുന്നത്. ഇനിയെങ്കിലും ഇവർക്കൊക്കെ ഒരു മാറ്റമുണ്ടാവട്ടെ. ഇവരൊക്കെ മനസ്സിലാക്കട്ടെ മതങ്ങളെക്കാൾ വലുത് മനുഷ്യരാണെന്ന്. ഈ ഒരു കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.